അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഇന്നലെ മുതൽ മാറ്റങ്ങൾ തുടങ്ങുകയാണ്. അമേരിക്കയെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മഹത്തരമാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുതന്നെയാണ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വ്യാപാരം ഒരു പ്രധാന ഘടകമായി തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ട നടപ്പിലാക്കാൻ പുതിയ കരാറുകൾ സൃഷ്ടിക്കുന്നതിലേക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ട്രംപിന്റെ വിജയത്തോടെ ലോകം രണ്ട് ചേരികളിലായി മാറുന്നു എന്നതും മറ്റൊരു വസ്തുത. ട്രംപിന്റെ നയങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അധികാരത്തിലേറ്റ ഉടൻ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ അത് വളരെ വിചിത്രമാണ്. ഇന്ത്യ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെയും അതുപോലെ തന്നെ അറബ്, ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ ട്രംപ് ഭരണകൂടം രണ്ടാം ഊഴത്തിൽ കൈക്കൊള്ളുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് വിശദമായി പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് ട്രംപിന്റെ പുതിയ നയങ്ങൾ, അല്ലെങ്കിൽ രണ്ടാം ഊഴത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ എന്നൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. WHO-യിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന ധനസഹായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറ്റുമ്പോൾ ഇപ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നത് തന്നെയാണ്. ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്മാറ്റം അത് തീർച്ചയായും അത്ര ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് US പിന്മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിച്ച ഒരു കാട്ടുതീയുടെ കാര്യം നമുക്കറിയാം. അത് അണയ്ക്കാനായി എത്ര ദിവസമാണ് ആളുകൾ കഷ്ടപ്പെട്ടത്, അവിടുത്തെ ഉദ്യോഗസ്ഥർ കഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിരവധി മരണം, 20-ന് മുകളിൽ ആളുകളാണ് ആ ഒരു കാട്ടുതീയിൽ മരണപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പം ഒരു വളരെ ശൈത്യകാലമാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ. അത് മറ്റൊരു ഭാഗത്തുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കാലാവസ്ഥയുടെ കാര്യത്തിൽ വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും US പിന്മാറുന്നത് എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു നയമാണ്. പിന്നീടുള്ളത് ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അധികാരമേറ്റയുടൻ ഈ പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് മുന്നോട്ട് വച്ച മറ്റൊരു കാര്യം നമുക്കറിയാം. എല്ലാ രാജ്യങ്ങളിലേതും എന്നതുപോലെ അമേരിക്കയിലും നിരവധി LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ തന്റെ രാജ്യത്ത് ആണ്, പെണ്ണ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളല്ലാതെ ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം ഇനി മുതൽ ഉണ്ടാകില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അനധികൃത കുടിയേറ്റം ഒഴിവാക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കും എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ അമേരിക്കയിൽ ഉണ്ട്. തൊഴിൽ ചെയ്യാനും മറ്റുമായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കാരണം നമുക്കറിയാം, ഈ കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അനധികൃത കുടിയേറ്റവുമായി ആ ഒരു നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും. മറ്റൊന്ന്, മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ട്രംപ് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. മെക്സിക്കോയോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനം. അതും വളരെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാനമ കനാലിന്മേലുള്ള അധികാരം തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ്. ചൈനയുടെ നിയന്ത്രണം നിർത്തലാക്കി പാനമ കനാൽ തിരിച്ചുപിടിക്കുമെന്നുള്ള ഒരു നിർണായകമായുള്ളൊരു തീരുമാനവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഏത് രീതിയിലൊക്കെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉറ്റുനോക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഇത് ഏതൊക്കെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതേണ്ടതുണ്ട്. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, വളരെ വിചിത്രമായ നിരവധി നയങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് പിന്നാലെ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് തിരിച്ചടിയാവുകയല്ലേ ചെയ്യുക? ഒപ്പം അമേരിക്കയ്ക്ക് ഈ മാറ്റങ്ങൾ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? അമേരിക്കയ്ക്കും തിരിച്ചടിയാവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അമൃത, അജണ്ട 47 എന്ന പേരിൽ
ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തന്നെ നേരത്തെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ പാർട്ടി പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ ഒരു നടപ്പാക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ ദിവസം തന്നെ അജണ്ട 47 ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറായി തന്നെ ട്രംപ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. LGBTQ സമൂഹത്തിന് ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഔദ്യോഗിക രേഖകളിൽ ഇനി ആണോ പെണ്ണോ ഏതെങ്കിലും ഒന്ന് മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതേപോലെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി LGBTQ സമൂഹത്തിന് പ്രത്യേകമായി പല ഇളവുകളും അതേപോലെ തന്നെ സ്ഥാനങ്ങളും ബൈഡൻ സർക്കാർ നൽകിയിരുന്നു. അത് മുഴുവൻ എടുത്തു കളയുകയാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ സമൂഹം അല്ലെങ്കിൽ LGBTQ സമൂഹം വളരെ വലിയ പ്രതിഷേധത്തിലാണ് അമേരിക്കയിലുള്ളത്. തീർച്ചയായും ഈ എല്ലാ നയങ്ങളും എടുത്തു നോക്കിയാലും മറ്റൊരു നയം എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ പുറന്തള്ളുക എന്നുള്ളതാണ്. മറ്റൊന്ന് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ്. WHO ഫണ്ട് നൽകുന്നത് നിർത്തലാക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും WHO നിന്ന് പിന്മാറുക എന്നുള്ളതാണ്. ഇതെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികമായി അമേരിക്ക കൂടുതൽ ഫണ്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. സാമ്പത്തിക മേഖലകളിൽ അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറക്കുക എന്നുള്ളതാണ് അജണ്ട 47 ഒരു അടിത്തറ. മറ്റൊന്ന് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്. ഈ രണ്ട് സിദ്ധാന്തങ്ങളിൽ നിന്നുകൊണ്ട് തീവ്ര വലതുപക്ഷ ആശയങ്ങളെ പുൽകിക്കൊണ്ട് അതേപോലെ തന്നെ സാമ്പ്രദായികമായിട്ടുള്ള മത യാഥാസ്ഥികതയിൽ ഊന്നിക്കൊണ്ട് ഇവയെല്ലാമാണ് ഈ അജണ്ട 47 ഒരു അടിത്തറ. അതുകൊണ്ട് അമേരിക്കയിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ ദേശീയത അതോടൊപ്പം തന്നെ മത യാഥാസ്ഥികത ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ട്രംപ് തൻ്റെ അണികളെ പരമാവധി ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ഇപ്പോൾ ഈ LGBTQ സമൂഹത്തെ തീവ്ര വലതുപക്ഷവും അതേപോലെ തന്നെ മത യാഥാസ്ഥിക സമൂഹവും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അവരുടെ വോട്ട് വാങ്ങി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ സ്വിംഗ് സ്റ്റേറ്റുകളിൽ മുഴുവൻ ഡൊണാൾഡ് ട്രംപിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ജനറൽ വോട്ടും അല്ലെങ്കിൽ പോപ്പുലർ വോട്ടും ഇലക്ടറൽ കോളേജ് വോട്ടും പൂർണ്ണമായും നേടിയെടുക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ US കോൺഗ്രസിൻ്റെ പൂർണ്ണമായ ആധിപത്യം ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ ട്രംപ് മാത്രമല്ല, അമേരിക്കയിലെ സാമാന്യ ജനം ഈ ഒരു ആശയങ്ങളിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അമേരിക്കയുടെ സമ്പത്ത് വെറുതെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി കളയേണ്ടതില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ അടിത്തറയായി ട്രംപിൻ്റെ നയങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുക, അമേരിക്കയിൽ ഇനിയും ഖനനം ചെയ്തെടുക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. അത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നുള്ള അടിസ്ഥാനപരമായ സിദ്ധാന്തമായ അല്ലെങ്കിൽ അതിനുവേണ്ടി രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തിയ ഒരു പരിഹാരം എന്ന് നിർദ്ദേശിക്കപ്പെടാൻ പറ്റാവുന്ന പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നത്. കാലാവസ്ഥാ ഉടമ്പടിയുടെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് വികസ്വര രാജ്യങ്ങൾക്ക് ഫണ്ട് നൽകേണ്ടതുണ്ട്. അത് ഇനി അമേരിക്ക നൽകില്ല. അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. അങ്ങനെ മാറില്ല. ഈ ഫോസിൽ ഇന്ധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരമാവധി ഇനിയും ഉപയോഗിക്കും. പരമാവധി ഖനനം നടക്കും. അങ്ങനെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തീരുമാനങ്ങളിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പിന്മാറുകയാണ്. ഇതേത് ഘട്ടത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഒരു സ്ഥലത്ത് ലോസ് ആഞ്ചലസിൽ വലിയ കാട്ടുതീ ഉണ്ടാകുന്നു, നിരവധി പേരെ കൊല്ലുന്നു, നിരവധി പേർ അഭയാർത്ഥികളായി മാറുന്നു അല്ലെങ്കിൽ പലായനം ചെയ്യേണ്ടി വരുന്നു. മറുഭാഗത്ത് വാഷിങ്ടണിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൊടും ശൈത്യമാണ്. ആദ്യമായി 40 വർഷത്തിന് ശേഷം ആദ്യമായി ഈ ഇനാഗുറേഷൻ ചടങ്ങ് പോലും അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും ഒരു ഇൻഡോർ പരിപാടിയായി നടത്തേണ്ടി വരുന്നു. -ഡിഗ്രിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് അതൊരു തട്ടിപ്പാണ്, അത് അമേരിക്കയുടെ ഫണ്ട് തട്ടാനുള്ളൊരു മാർഗമാണ് എന്ന വാദമുയർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവഗണിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. മറുഭാഗത്ത് നമുക്കറിയാം WHO നിന്നുള്ള പിന്മാറ്റം എന്ന് പറയുന്നത് അതും അനാവശ്യമായി അങ്ങനെ ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. വാക്സിൻ വിരുദ്ധനായിട്ടുള്ള റോബർട്ട് F. കെന്നഡി ജൂനിയറിനെ ആരോഗ്യമന്ത്രിയാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആരോഗ്യരംഗത്തെ വളരെ പിന്നോട്ടടിപ്പിക്കും എന്ന് ആരോഗ്യ വിദഗ്ധർ ശാസ്ത്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളെല്ലാം പറയുമ്പോഴാണ് അദ്ദേഹം മതി എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്തെ വീണ്ടും മാഗ എന്ന അദ്ദേഹത്തിൻ്റെ തിയറി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത് എല്ലാ രംഗത്തും അദ്ദേഹം മാറ്റുന്നത് ഈ ഒരു തിയറികളെ അടിസ്ഥാനമാക്കിയാണ്. യാഥാസ്ഥികമായ വലതുപക്ഷ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ശരി, രണ്ടാം വരവിലും വിവാദങ്ങളോടുകൂടി തന്നെയാണ് ട്രംപ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് പിന്നോടിയായി ശേഷമുണ്ടായിരിക്കുന്ന ഈ നയപ്രഖ്യാപനവും വിവാദത്തിലേക്ക് തന്നെയാണ് ചുവടുവെച്ചിരിക്കുന്നത്.